ഈ ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ ഇപ്പോൾ മിക്കവർക്കും ഉണ്ട് ലൈഫ് ഇൻഷുറൻസ്. കാരണം എല്ലാവർക്കും അറിയാം ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും തന്നെ അത് ഉണ്ടാവില്ല. പേരിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് ആവശ്യകതകൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനോട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ളത്. എസ്പെഷ്യലി നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫാമിലി ഫിനാൻഷ്യലി നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫാമിലിക്ക് വരാം, ഫിനാൻഷ്യൽ ഇതുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ നടത്തി വയ്ക്കണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ കാലക്കൂട്ടി കണ്ടിട്ട് ആ ഒരു തുക കൂടി പ്രൊട്ടക്ഷൻ എമൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നമ്മൾ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഏറ്റവും നല്ല ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു ടേം ഇൻഷുറൻസ് ആണ്. കാരണം ടേം ഇൻഷുറൻസിന് വളരെ കുറഞ്ഞ തുക മാത്രമേ പ്രീമിയം ആയിട്ട് വരുള്ളൂ, ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ ഇത് ടേം ഇൻഷുറൻസ് നമുക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാറിന് വേണ്ടിയിട്ട് നിങ്ങളൊരു നല്ലൊരു എമൗണ്ട് പ്രീമിയം ഇൻഷുറൻസ് എല്ലാ വർഷവും അടയ്ക്കുന്നുണ്ട്. ഈ വർഷം എൻ്റെ കാറിന് ആക്സിഡൻ്റ് ഒന്നും പറ്റിയില്ല, എനിക്ക് ആ പൈസ നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മളാരും വിഷമിച്ചിരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു കാറിന് കൊടുക്കുന്ന ഒരു വാല്യൂ പോലും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന് ഒരു വാല്യൂ കൊടുത്തൊരു പ്രീമിയം എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പ് തുടങ്ങിക്കൂടെ എന്നുള്ളതാണ്. എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഉടനെ എടുക്കാൻ നോക്കുക. നമുക്കൊരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റികളോ കാര്യങ്ങളോ വന്നില്ലെങ്കിലും എത്രയും ചെറിയ പ്രായത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നീട് നിങ്ങൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ടാം, ഈ കവറേജ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന എമൗണ്ട് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലയബിലിറ്റികൾ നിങ്ങൾ എടുക്കുകയാണ്, ഇപ്പോൾ ഹോം ലോൺ എടുക്കുന്നു അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ലയബിലിറ്റികളോ കാര്യങ്ങളോ എടുക്കുന്നത് ആ ഒരു എമൗണ്ട് കൂടി നമുക്കൊരു കവറേജ് കിട്ടുന്ന രീതിയിലേക്ക് ഉള്ളൊരു എമൗണ്ട് എടുത്ത് ചെയ്യുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ് ടൈം എന്നുള്ള രീതിയിലേക്ക് തന്നെ നോക്കുക. കാരണം നമ്മൾ കൂട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്കൊരു ബാക്കപ്പ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാനുള്ളൊരു ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈം ഇൻഷുറൻസ് കുറയ്ക്കാം, അല്ലെങ്കിൽ അതവിടെ വെച്ച് നിർത്താം, കുഴപ്പമില്ല. ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം ഇൻഷുറൻസ് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക.